പ്രിയപ്പെട്ടവരെ, സീനോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു യാത്രയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും ഒരു 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്. ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞാൻ കാറിൽ കാപ്പിമല വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുകയാണ്. ചെറിയ വഴിയാണ്, റോഡ് വീതിയൊക്കെ കുറവായതിനാൽ എതിരെ വണ്ടി വരുമ്പോൾ സൈഡൊക്കെ കൊടുക്കാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് നമുക്ക് വേണം. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോകുന്ന വഴിയിലുണ്ട്. ധാരാളം ആളുകളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കാപ്പിമല വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വണ്ടി റോഡിൽ കൂടിയുണ്ട്. റോഡിൽ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. എന്നാലും വണ്ടിയിൽ നമുക്ക് കടന്നു പോകാം. നമ്മൾ ആ വളവൊക്കെ തിരിഞ്ഞങ്ങ് എത്തുമ്പോൾ തന്നെ ദൂരെ നിന്ന് തന്നെ കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. അത് 1, 2, 3 തട്ടായിട്ടാണ് ചാടുന്നത്. പക്ഷേ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ആ 2ാമത്തെ തട്ടാണ്. ഏറ്റവും മുകളിലേക്ക് തട്ടിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അതിന് കുറച്ച് റിസ്ക് ആയതിനാൽ സാധാരണഗതിയിൽ കൂടുതൽ ആളുകളും സഞ്ചരിക്കുന്നത് ഈ 2ാമത്തെ തട്ടാണ്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. 1, 2 തോടുകൾ കടന്നു വേണം നമ്മൾ എവിടേക്ക് എത്തിച്ചേരാൻ. ആ തോട്ടിലെല്ലാം കുട്ടികളടക്കം ആഹ്ലാദിച്ച് ടൗണുകളിൽ നിന്നൊക്കെ വരുന്നവർ വളരെ സന്തോഷത്തോടെ ശരിക്കും ഒന്ന് തിമിർക്കുക ആ വെള്ളത്തിൽ. ഇതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നമുക്കറിയാം, ടൗണിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ വളരെ സുന്ദരമാണ്. ആ കൊച്ചിനെ കണ്ടില്ലേ, എത്ര രസത്തിലാണ് അവൻ്റെ മുഖത്തെ ആ നിഷ്കളങ്കത തന്നെ എത്ര മനോഹരമാണ്. നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്ന തരത്തിലാണ്. വലിയ ആ തോട്, 2ാമത്തെ തോട് കുറച്ചുകൂടി വലുതാണ്. ആ തോടിന് പുറകെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ആ കയറിൽ പിടിച്ച് നമുക്ക് മറുകരയിലേക്ക് പോകാം. ധാരാളം സഞ്ചാരികൾ, അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ധാരാളം സഞ്ചാരികളുണ്ട്. ഞാൻ ഞായറാഴ്ചയാണ് പോയത്. ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത്, ആ 2ാമത്തെ തോട് കടന്ന് എത്തുമ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കാപ്പിമല വാട്ടർഫാൾസ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. 20 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് മുകളിലോട്ട് പോകാം ഒരാൾക്ക്. അതുപോലെ തന്നെ അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന ഒരു 8-10 പേർക്ക് വരെ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സ്റ്റേക്ക് ഒരു സൗകര്യം അവിടെയുണ്ട്. നമ്മൾ അതും കഴിഞ്ഞ് ആ ടിക്കറ്റ് എടുത്ത് ഒരു 10, 150, 200 മീറ്റർ മുകളിലേക്ക് പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പോകുന്ന വഴിക്ക് ആ വെള്ളം അവിടുന്ന് താഴേക്ക് ഒഴുകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ കയറ്റമൊക്കെ കയറി ചെറിയ വഴുവഴുപ്പുള്ള റോഡുകളാണ്, ചെളിയുണ്ട്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോൾ മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. അവിടുത്തെ വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കണം. കാരണം ഇത്തരം ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ഒരു സൗണ്ടും, അതുപോലെ തന്നെ ആ വെള്ളം അവിടുന്ന് പതഞ്ഞ് പൊങ്ങി കാറ്റിൽ ദൂരേക്ക് സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ മേത്തേക്കൊക്കെ അടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്, ഒരു ഫീല്. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത്യാവശ്യം ധൈര്യശാലികളൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലോട്ട് ചെന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചേർന്ന് ആ പാറയിൽ പതിഞ്ഞിരുന്ന് അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ്. ജീവിതം എപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ടത്. ജീവിതം വെച്ചൊരു റിസ്ക് നമ്മളാരും എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇവിടെയൊന്നും അധികം ആരും നമ്മളെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. താഴെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോയാൽ അവിടെ ആളുകൾ ഫ്രീ ആയിട്ടാണ് അവിടെ ഉല്ലസിക്കുന്നത്. പക്ഷേ ആസ്വദിക്കാനുള്ള ആ അവസരം നമ്മൾ പാഴാക്കാനും പാടില്ല. നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടുന്ന് താഴേക്ക് നോക്കിയാലും വളരെ സുന്ദരമാണ്. വളരെ ദൂരക്കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ധാരാളം ആളുകൾ ഇവിടെ കടന്നു വന്ന്, കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും അടക്കം എല്ലാവരും വളരെ സന്തോഷത്തോടെ അവിടെ എത്തിച്ചേരുമ്പോൾ അവരെല്ലാം വേറൊരു ലോകത്തെന്ന പോലെയാണ് ആസ്വദിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈ കാപ്പിമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ പൊതുവെ കാപ്പിമല എന്ന സ്ഥലത്തായതുകൊണ്ടായിരിക്കും കാപ്പിമലയുടെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ദൂരെ നിന്ന്, അവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരേക്കുള്ള ദൃശ്യമാണ്. കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന കാപ്പിമല അല്ലെങ്കിൽ കാപ്പിമല നിരകളുടെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ ചെറിയ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ആ ഫോറസ്റ്റിലൂടെ മുകളിലോട്ട് കയറിയാലും നമുക്ക് ആ 1ാമത്തെ സ്റ്റെപ്പ് വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ നിൽക്കുന്നത് 2ാമത്തെ സ്റ്റെപ്പിലാണ്. അതായത് ആദ്യം ഒന്ന് വെള്ളം ചാടി അവിടെ നിന്ന് ഒരു സ്വല്പം ദൂരം മുന്നോട്ടൊഴുകി
അവിടെ നിന്നും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് കൂടുതൽ സഞ്ചാരികളൊക്കെ എത്തുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റൊരു വഴിയിലൂടെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ആ ദൃശ്യം, ആ മുകളിൽ നിന്നുള്ള ദൃശ്യം ശരിക്കും പകർത്താൻ സാധിച്ചിട്ടില്ല. അത് മറ്റൊരവസരത്തിൽ അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വെള്ളം ചാടുമ്പോൾ തന്നെ കാണാം ആ മുകളിൽ ഒരു ചാട്ടം. ആ വെള്ളച്ചാട്ടമാണ് ആദ്യത്തേതിനേക്കാളും കുറച്ചുകൂടെ വലുത് എന്ന് ദൂരക്കാഴ്ചയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കുറച്ചുകൂടെ വീതിയിൽ വെള്ളം കവർന്നൊഴുകുന്നത് കാണാം. ഇത് നമ്മൾ താഴെ നിന്ന് വന്ന് വണ്ടി പാർക്ക് ചെയ്ത ഏരിയ ആണ്. ധാരാളം വണ്ടി. ഇതിപ്പോൾ സമയം 5:30-6 മണിയായിട്ടുണ്ട്. അപ്പോഴുള്ള ദൃശ്യമാണ് ഇത്. ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ആദ്യത്തെ ചാട്ടമാണ് കൂടുതൽ വീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ വലുപ്പത്തിൽ താഴേക്ക് പതിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതിലെ ദൃശ്യവും വളരെ രസകരമാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാപ്പിമല വെള്ളച്ചാട്ടത്തിന് ഭംഗിയെന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ വെള്ളത്തിലൊക്കെ ചാടി തണുത്ത് നല്ല ചൂട് ചായ കുടിക്കുകയാണ്. ചൂട് ചായയും നല്ല ഓംലെറ്റും, മുട്ട ഓംലെറ്റും കൂടെ കഴിക്കുമ്പോഴുള്ളൊരു സുഖമൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ ഗുഡ് ബൈ.